തുമ്പപ്പൂ സീരിയലിലൂടെ എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് നിയുക്ത പ്രസാദ്. നടി മൃദുല വിജയ് പിന്മാറിയപ്പോഴാണ് വീണയായി നിയുക്ത ആ പരമ്പരയിലേക്ക് എത്തിയത്. തുമ്പപ്പൂവിന് ശേഷം സി കേരളത്തിലെ പാർവതിയിലൂടെ ഗംഭീര അഭിനയമാണ് നിയുക്ത നടത്തിയത്. അതിൽ തിളങ്ങി നിൽക്കവെയാണ് പാർവതിയിൽ നിന്നും നിയുക്ത പിന്മാറിയത്. ആരാധകർക്ക് മുഴുവൻ ഷോക്കായിരുന്നു നിയുക്തയുടെ പിന്മാറ്റം. അതിനു കാരണം എന്താണെന്നോ ഇനി എന്താണ് പ്ലാൻ എന്നോ ഒന്നും തന്നെ നടി പറഞ്ഞിരുന്നില്ല. ആ സമയത്ത് ആരാധകരിൽ നിരവധി പേരാണ് പിന്മാറ്റത്തിൻ്റെ കാരണം എന്താണെന്നും മറ്റും ചോദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും പിന്മാറിയ നടി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ പോലും നിയുക്ത പ്രത്യക്ഷപ്പെട്ടിട്ട് മാസങ്ങളായി. സി കേരളത്തിലെ പുത്തൻ പരമ്പരയിൽ തിളങ്ങി വരവെയുണ്ടായ നടിയുടെ പിന്മാറ്റത്തിനു പിന്നാലെയാണ് ഈ അപ്രത്യക്ഷമാകലും സംഭവിച്ചത്. നിയുക്ത പ്രസാദ് പ്രധാന വേഷത്തിൽ എത്തിയ പാർവതി സീരിയൽ സി ബംഗ്ല ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ത്രിനയനിയുടെ മലയാളം റീമേക്കായിരുന്നു. മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത തുമ്പപ്പൂവിലെ വീണ എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രീതി നേടിയ നിയുക്ത പ്രസാദ് പാർവതിയിൽ എത്തിയ ശേഷം പാറുവായിട്ടാണ് ആരാധകർക്കിടയിൽ മുഴുവൻ അറിയപ്പെട്ടത്. അമാനുഷികമായ കഴിവുകളുള്ള ദൈവഭക്തിയുള്ള നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയായിട്ടായിരുന്നു നിയുക്ത പരമ്പരയിൽ അഭിനയിച്ചത്. പരമ്പരയിലെ നായകനായ വിശാലിന്റെ ഭാഷയിൽ മണ്ടിപ്പെണ്ണും. വിശാലിന്റെയും പാർവതിയുടെയും ജോഡി പൊരുത്തം പ്രേക്ഷകർ അംഗീകരിച്ചും കഴിഞ്ഞിരുന്നു. ഇവരുടെ പേരിൽ നിരവധി ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഗംഭീരമായി പാർവതിയെ അവതരിപ്പിച്ച നിയുക്ത സീരിയലിൽ നിന്നും പിന്മാറിയത് ആരാധകർക്ക് ഞെട്ടലും നിരാശയുമാണ് സമ്മാനിച്ചത്. ഇനി ഒരിക്കലും വരില്ലേ, ഞങ്ങൾക്ക് കാണാനാകില്ലേ എന്നുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന ഉറച്ച മറുപടിയാണ് നിയുക്ത നൽകിയത്. വിശാലിൻ്റെയും പാർവതിയുടെയും കെമിസ്ട്രി അത്രത്തോളം ഇഷ്ടമായിരുന്ന പ്രേക്ഷകർക്ക് വലിയ ഷോക്കായിരുന്നു നിയുക്തയുടെ മറുപടി. യഥാർത്ഥ ജീവിതത്തിൽ പാർവതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തയായ നിയുക്തയ്ക്ക് മോഡേൺ ലൈഫ് സ്റ്റൈലും കാഴ്ചപ്പാടുമാണ് ഉള്ളതെന്ന് സോഷ്യൽ മീഡിയ കണ്ടാലറിയാം. എറണാകുളം സ്വദേശിയായ വീണ ബിരുദധാരിയാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം എറണാകുളത്തായിരുന്നെങ്കിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ഡിഗ്രി പഠനം നടത്തിയത്. 30 വയസ്സുകാരിയായിരുന്നു. അതിനിടെയാണ് മോഡലിങ്ങിലൂടെ കരിയർ ആരംഭിച്ചതും അവിടെ നിന്നും ആങ്കറിങ്ങിലേക്കും അഭിനയ ലോകത്തേക്കും എത്തിയത്. സീരിയലിന് പുറമെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. 2019 ഇറങ്ങിയ ഹാപ്പി ക്രിസ്മസ് ആണ് ആദ്യ ചിത്രം. വൻമുറൈ എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് സീരിയലുകളിലേക്ക് എത്തിയത്. 30 വയസ്സുള്ള നടി അവിവാഹിതയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.